നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കലോത്സവ വേദി വീണ്ടും സജീവം. പോയിന്റ് നിലയിൽ ചാവക്കാട് ഉപജില്ല മുന്നിൽ. 2 ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ തൃശൂർ പൊന്നാനി കോൾ മേഖലയിൽ വ്യാപക കൃഷിനാശം. കർഷകർക്കുണ്ടായ നാശനഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. 8 കിലോയോളം കഞ്ചാവുമായി കേച്ചേരി സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ മണലി ഗോപാൽജി നഗറിൽ മേലെ തലക്കൽ സുനിൽ ദത്ത്. രഘുനന്ദനൻ ഇനി ദീപ്തമായ ഓർമ്മ. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാരതീയ ജനതാ പാർട്ടി മുൻ ജില്ലാ അധ്യക്ഷനും കർഷക മോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന ഇ രഘുനന്ദനന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. വാർത്തകൾ വിശദമായി. ചാവക്കാട് മുന്നിൽ. ആദ്യം കലോത്സവ വിശേഷം. കലാപ്രതിഭകളുടെ മത്സരങ്ങളിൽ ആരോഗ്യകരമായ വാശി ഉണ്ടാകണമെന്ന് AC മൊയ്തീൻ MLA. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മത്സരങ്ങൾ കുട്ടികൾ തമ്മിൽ മാത്രമേ പാടുള്ളൂ. എന്നാൽ പലപ്പോഴും പുറത്തുനിന്നുള്ളവരുടെ ഇടപെടൽ കുട്ടികളുടെ പ്രകടനങ്ങളെ സാരമായി ബാധിക്കുകയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ് ഇത്തരം ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് കൈമോശം വരികയുമാണ്. മനോഹരമായാണ് കുന്നംകുളത്ത് കലോത്സവം സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് കലോത്സവം നടത്തുന്നത്. ഡ്യൂപ്ലിക്കേറ്റല്ല, ഇത് ഒറിജിനൽ കുന്നംകുളമാണ് എന്ന് തെളിയിക്കുന്നതാണ് കലോത്സവത്തിന്റെ സംഘാടനമെന്നും MLA കൂട്ടിച്ചേർത്തു. സ്കൂൾ വിദ്യാർത്ഥി തലങ്ങളിലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ ഉത്സവമായി ഇതിനെ കാണാൻ വേണ്ടിയുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം. ഇതൊരു മത്സരമായി കാണുമ്പോഴാണ് ഈ മത്സരത്തിൽ എൻ്റെ സ്കൂളിനെ, എൻ്റെ സബ് ജില്ലയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഒന്നാമതെത്തിക്കണം എന്ന് പറയുന്ന വാശി ഉണ്ടാവുന്നു. വാശി നല്ലതാണ്, ആരോഗ്യകരമായ വാശിയാണ്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശേഷിയുള്ളവരാണ്. അധ്യാപകരുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും മത്സരമാക്കാതെ ഇതിനെ കുഞ്ഞുങ്ങളുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിൽ ഈ മത്സരം ഇവിടെ മാറണം എന്ന് എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുന്നംകുളം ടൗൺ ഹാളിൽ സജ്ജമാക്കിയ വേദി 1 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഒരു അവസരത്തിൽ എനിക്ക് 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഇതിന് പിന്നിൽ നിങ്ങളുടെ ഒരുപാട് പ്രയത്നങ്ങളുണ്ടാവും. കുട്ടികളുടെയും പാരൻസിൻ്റെയും ടീച്ചേഴ്സും ഒരുപാട് ക്ലാസ്സസ് വരെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. എപ്പോഴും നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടോ അത് മാക്സിമം പെർഫോം ചെയ്യാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പെർഫോമൻസ് പരമാവധി ആവുക. അക്കാഡമിക്സിന് പുറമെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നത്. ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൂടെ തന്നെ ഒരു കോമ്പറ്റീഷൻ ആ ഒരു രീതിക്കല്ലാതെ എന്തായാലും അതുണ്ട്, ഇതിൽ കൂടെ തന്നെ അതിൻ്റെ രീതിക്ക് തന്നെ ഇത് എടുക്കണമെന്നുള്ളത് ആണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, ജനപ്രതിനിധികൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, സംഘാടക സമിതി ഭാരവാഹികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കലോത്സവ വേദിയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി കൊടി ഉയർത്തി. കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ മലപ്പുറം സ്വദേശി അസ്ലം തിരൂരിന് MLA ഉപഹാരം സമ്മാനിച്ചു. കവി രുദ്രൻ വാര്യത്ത് രചന നടത്തി. സുന്ദർ പുന്നിയൂർക്കുളം സംഗീതമൊരുക്കി ചിട്ടപ്പെടുത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത അധ്യാപകർ ആലപിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. ടീം CCTV.
കലോത്സവം സ്വർണ്ണ കിരീടപൂരിൽ ചാവക്കാട് ഉപജില്ല 333 പോയിന്റുമായി മുന്നിൽ. 329 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല തൊട്ടുപിന്നിലുണ്ട്. 321 പോയിന്റ് നേടിയ വലപ്പാടാണ് 3-ാം സ്ഥാനത്ത്. ആതിഥേയരായ കുന്നംകുളം 317 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ പാവർട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂൾ 114 പോയിന്റുമായി ഒന്നാമതുണ്ട്. 102 പോയിന്റുമായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 2-ാം സ്ഥാനത്താണ്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത് അതിമനോഹരമായ സ്വാഗത ഗാനത്തിലൂടെ. കുന്നംകുളത്തിന്റെ പ്രൗഢമായ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വരികളിലൂടെയാണ് കലോത്സവ വേദിയിലേക്ക് മത്സരാർത്ഥികളെയും മറ്റുള്ളവരെയും സ്വാഗതം ചെയ്തത്. പൊന്നാനി സ്വദേശിയും കവിയും ഗാനരചയിതാവുമായ രുദ്രൻ വാര്യത്തിന്റെ തൂലികത്തുമ്പിൽ നിന്നും പിറവിയെടുത്ത വരികളിൽ ശുദ്ധ സംഗീതത്തിന്റെ മേമ്പൊടി ചാലിച്ചാണ് സംഗീത സംവിധായകൻ സുന്ദർ പുന്നയൂർകുളം സ്വാഗതഗാനം ഒരുക്കിയത്. സ്വാഗതമേകുന്നു സുന്ദരമീ കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക്, സൗകുമാര്യത്തിന്റെ മുകുളങ്ങളെ സ്നേഹമായി സ്വാഗതം സ്വാഗതം എന്ന വരികളിലൂടെയാണ് സ്വാഗതഗാനം ആരംഭിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഈ രംഗത്തുള്ള രുദ്രൻ വാര്യത്ത് നിരവധിയായ ഗാനങ്ങളും കവിതകളും എഴുതി തന്റെ പ്രതിഭ തെളിയിച്ച കലാകാരനാണ്. രുദ്രൻ വാര്യത്തിന്റെ വരികൾക്ക് അനുയോജ്യമായ ഈണങ്ങൾ നൽകി സുന്ദർ പുന്നയൂർകുളം ഗാനത്തെ മികവുറ്റ രീതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 35ാമത് ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാനം രചിക്കുകയും അതിനെ ഈണം നൽകുകയും ചെയ്ത രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഈ ഗാനം രചിച്ചത് പൊന്നാനി സ്വദേശിയായിട്ടുള്ള രുദ്രൻ വാര്യത്താണ്. സർ, അജിത ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സ്വാഗതഗാനം എഴുതണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ സമീപിച്ചു. എല്ലാവരും കൂടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്നു. ഇതിൻ്റെ ആശയം എങ്ങനെയൊക്കെയാണ് അത് കിട്ടുന്നത്? നമ്മളിപ്പോൾ ഓരോ പ്രദേശത്തും വെച്ച് നടത്തുമ്പോൾ ആ പ്രദേശത്തെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കും, എന്നിട്ടാണ് നമ്മൾ ഈ ഇത് എഴുതുന്നത്. ഈ മനോഹരമായ ഗാനത്തിൻ്റെ ഈണം നൽകിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള സുന്ദർ പുന്നയൂർകുളമാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിനെ ഒരു ഈണം നൽകുമ്പോൾ സുന്ദരേട്ടൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഇത് നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ വരികൾ ഒരു 3-5 പ്രാവശ്യം വായിച്ചു നോക്കും. നമുക്ക് അതിലേക്ക് ആപ്റ്റാവുന്ന കുറേ നമ്മൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈണം ചെയ്തത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇഷ്ടപ്പെടണം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്ക് പല രാഗങ്ങളും നമ്മൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ അതിന് തുടർച്ചയായി പിന്നെ അറിയാതെ നമ്മൾ അതിലേക്കാണ്ട് വന്നു ചേരും. എന്തായാലും ഒരു മനോഹരമായ ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിലുള്ള രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് ഇരുവരും. തുടർന്നുള്ള കലോത്സവങ്ങളിലും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും മറ്റു മേഖലകളിലും ഇവരുടെ സൃഷ്ടികൾ കൂടുതൽ പിറവിയെടുക്കട്ടെ, കൂടുതൽ സംഗീത മേഖലയിലും രചനാ മേഖലയിലും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗാനത്തിന്റെ പല്ലവിയും അനുപല്ലവിയും ശുദ്ധ സാവേരി രാഗത്തിലും, ആദ്യ ചരണം ബിലഹരി രാഗത്തിലും, അവസാന ചരണം വല്ലച്ചി രാഗത്തിലുമായാണ് സുന്ദർ പുന്നയൂർകുളം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂ ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്നുള്ള 42 സംഗീത അധ്യാപകരാണ് ശ്രുതിലയ മധുരമായി ഗാനാലാപനം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വാഗതഗാനത്തെ വരവേറ്റത്. ടീം CCTV. കലോത്സവങ്ങളിൽ പണക്കൊഴുപ്പല്ല, പ്രതിഭയാണ് തെളിയിക്കപ്പെടേണ്ടതെന്ന് റഫീഖ് അഹമ്മദ്. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കലോത്സവ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാമേളകൾ പലപ്പോഴും പണക്കൊഴുപ്പിന്റെയും പൊങ്ങച്ചത്തിന്റെയും വേദികളായി മാറുകയാണ്. ഇതിനിടയിൽ പ്രതിഭയുള്ള കുട്ടികളുടെ കഴിവുകൾ കാണാതെ പോകുന്ന സാഹചര്യവുമുണ്ട്. പ്രതിഭയുള്ളവർ ഏത് സാഹചര്യത്തെയും മറികടന്നും പുറത്തു വരിക തന്നെ ചെയ്യും. തന്റെ വിദ്യാഭ്യാസ കാലത്ത് സംസ്ഥാന തലത്തിൽ കവിതാരചന മത്സരത്തിൽ പങ്കെടുത്തുവെങ്കിലും സമ്മാനം വാങ്ങാതെ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. എന്നാൽ അന്ന് സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ പിന്നീട് കലാരംഗത്ത് കാണാൻ സാധിച്ചില്ല. എന്നാൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രതിഭ തന്നെ ഒരു കലാപ്രവർത്തകനാക്കി മാറ്റുകയായിരുന്നു. അതിനാൽ മത്സരങ്ങളിൽ സമ്മാനം നേടാനായില്ലെങ്കിലും യഥാർത്ഥ പ്രതിഭകളെ കാലം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. അല്ല, ഇന്നത്തെ അത്ര വർണ്ണശബളമൊന്നും ആയിരുന്നില്ലെങ്കിലും ഒരുവിധം ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നിരുന്നത്. ഞാനതിൽ നിന്ന് ജില്ലാ കലോത്സവം വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന ഇതിലും പങ്കെടുത്തിരുന്നു, പക്ഷേ സമ്മാനമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതിൽ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുട്ടികളുടെ പാർട്ടിസിപ്പേഷനാണ് ഇതിൽ പ്രധാനം. ഇതിൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള
ഒരു അനാവശ്യമായിട്ടുള്ള മത്സരങ്ങളും വാശികളൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്സവമായിട്ട് മാറ്റാനാണ് ഇത് വേണ്ടത്. അന്ന് ഏതൊക്കെ ഇനങ്ങൾക്കായിരുന്നു മത്സരിച്ചത്? ഞാൻ കവിതയും ചിത്രരചനയ്ക്കാണ് ജില്ലാതലത്തിൽ വരെ മത്സരിച്ചു, കവിതയ്ക്ക് മത്സരിച്ചു. കവിതയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ സംസ്ഥാന തലത്തിൽ പോയി, സംസ്ഥാന തലത്തിൽ കിട്ടിയില്ല. സംസ്ഥാന തലത്തിൽ അന്ന് കിട്ടിയത് ആർക്കായിരുന്നു ഓർമ്മയില്ല. അങ്ങനെ പിന്നെ പിന്നീട് അറിയപ്പെടുന്ന ഒരു രീതിയിൽ വന്നിട്ടുള്ള ആരും ആയിരിക്കാൻ സാധ്യതയില്ല. മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും കൈത്താളവും ലയിച്ചു ചേർന്ന വട്ടപ്പാട്ട് മത്സരം കാണികളുടെ മനം കവർന്നു. ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ തുടർച്ചയായി 2ാം തവണയും വിജയകിരീടം ചൂടി ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. റഷീദ് രൂപയുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലബാറിലെ മുസ്ലിം കല്യാണ വീടുകളിൽ തലേനാൾ മണവാളനെ ആനയിച്ച് കൊട്ടിപ്പാടുന്ന കലാരൂപമാണ് വട്ടപ്പാട്ട്. ഒപ്പനയ്ക്ക് സമാനമായ വട്ടപ്പാട്ട് അപ്പപ്പാട്ട്, വെറ്റിലപ്പാട്ട്, അമ്മായിപ്പാട്ട് എന്ന പേരുകളിലും അറിയപ്പെടുന്നു. കലോത്സവ വേദികളിൽ ഇടം പിടിച്ചതോടെയാണ് വട്ടപ്പാട്ട് കൂടുതൽ ജനകീയമായത്. തനത് ശൈലി കൈവിടാതെ ഇമ്പമാർന്ന ആലാപനത്തോടെ കാഴ്ചവെച്ച പ്രകടനമാണ് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തുടർച്ചയായി 2ാം തവണയും സംസ്ഥാന കലോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ ഇടയാക്കിയത്. കുട്ടികളുടെ കഠിനമായ പരിശീലനവും സ്കൂൾ അധികൃതരുടെയും അധ്യാപക രക്ഷകർത്താക്കളുടെയും പിന്തുണയുമാണ് വിജയത്തിന് പുറകിലെന്ന് പരിശീലകൻ മുനീർ തലശ്ശേരി അറിയിച്ചു. നമ്മളെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളാണിത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും നമ്മളെ കൂടെ നിൽക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഫാദേഴ്സ് ആയാലും എന്തിനും രാവും പകലും നമ്മളെ കൂടെ ഈ ഒരു വിജയത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. ആ ഒരു വിജയമാണ് നമുക്കിപ്പം നേടാൻ സാധിച്ചത്. അത്രയും അധ്വാനിച്ച് വേർപ്പൊഴുക്കിയ ഒരു വിജയമാണ്, അല്ലാതെ ഞങ്ങളുടെ മറ്റുള്ള ഒരു രീതിയിലുള്ള ഒരു വിജയമല്ല. ഇപ്പോഴത്തെ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്കായാലും അറിയാം പല തരത്തിലാണ് വിധി നിർണയം. പക്ഷെ ഇത് എൻ്റെ മക്കൾ അധ്വാനിച്ച വിജയമാണ് ഇപ്പൊ ഞങ്ങൾ ആഘോഷിക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടും അതുപോലെ ഇവിടെ നമ്മളെ മാപ്പിള കലകൾക്ക്, അതായത് കലയ്ക്ക് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു അധ്യാപകനുണ്ട്, രാംദാസ് സാറ്. അദ്ദേഹം ഇപ്പം ഇവിടുത്തെ സ്റ്റാഫാണ്. 32 വർഷക്കാലം ഈ കല ആയിട്ട് നടന്ന ഒരു അധ്യാപകനാണ്, ബയോളജി അധ്യാപകനാണ്. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെയും പ്രിയപത്നി ഖദീജ ബീവിയുടെയും വിവാഹ വർണ്ണനയും കച്ചവട ചരിത്രവുമാണ് ഇവർ അവതരിപ്പിച്ച വട്ടപ്പാട്ടിലെ പാട്ടും ഇതിവൃത്തവും. വഴിനീളവും സലാമും മുനാജത്തും വിരുദ്ധവും പദവും പോക്കുവഴി നീളവും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മികവ് കുറയാതെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ബദനി സ്കൂളിനെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അമ്പുകൾ തടിയെ തേടി വരാ ചെയ്ത് കൊണ്ടേ എന്നീതിനില്ലാശയിൽ കൊണ്ടനേ നായകനേ കളിച്ചു പരിശീലിച്ച സ്വന്തം സ്കൂൾ വേദിയിൽ തന്നെ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞുവെന്നതും ബദനി ടീമിന് ഇരട്ടി മധുരമായി മാറി. ടീം CCTV. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ വേദി 3-ൽ ഒപ്പന മത്സരത്തിനിടെ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം കേരളം നടന്ന മത്സരത്തിനിടെ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണിരുന്നു. തുടർച്ചയായുള്ള മത്സരങ്ങൾ മൂലം മത്സരാർത്ഥികൾ കുഴഞ്ഞു വീഴുന്നത് കലോത്സവ വേദിയിൽ തുടർക്കാഴ്ച ആവുകയാണ്. കാഴ്ചക്കാർ കുറവെങ്കിലും അറബി കലോത്സവം കസറി. പല ഇനങ്ങളിലും ശക്തമായ മത്സരമാണ് നടന്നത്. وأعرض وبين بوائرها العربية لغة الفنون كم من معلومة كم من كتب ونشأت في العربية تستحق أن تكون السيد اللغات نصدق هذا بقول إمامنا الإمام الشافعي رضي الله عنه أهل العربية جن الإنس
si يبصرون ما لا يبصرون. MJD ഹൈസ്കൂളിലെ വിവിധ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ. നിരത്തിയ ഇരിപ്പിടങ്ങളിലൊന്നും കാര്യമായ കാഴ്ചക്കാരില്ല. മത്സരാർത്ഥികളും കുടുംബാംഗങ്ങളും വിധികർത്താക്കളും അധ്യാപകരും അങ്ങനെ കുറച്ചുപേർ മാത്രം. പക്ഷേ കാണികളുടെ കുറവൊന്നും വേദിയിൽ കയറുന്നവരുടെ പ്രകടനത്തെ ഒട്ടും ബാധിക്കുന്നില്ല. എല്ലാ ഇനങ്ങളിലും 12 ഉപജില്ലകളിൽ നിന്ന് പങ്കെടുക്കാൻ ആളുണ്ട്. ചില മത്സരങ്ങളിൽ അപ്പീലുമായും നിരവധി പേർ എത്തുന്നു. അറബി കലോത്സവത്തിന്റെ ജനകീയത ഓരോ വർഷം കൂടുന്തോറും വർദ്ധിക്കുകയാണെന്ന് തിരുവളഞ്ഞൂർ ഹൈസ്കൂളിലെ അറബി അധ്യാപകൻ മുനീർ മാസ്റ്റർ പറഞ്ഞു. ഇപ്പോൾ പഴയതുപോലെ അല്ല, അറബി കലോത്സവത്തിൽ വലിയ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ സബ് ജില്ലയിലൊക്കെ നല്ല ഒരു പോരാട്ടം, നാടകം തുടങ്ങി, നാടകം, മോണോ ആക്ട്, അതേപോലെ തന്നെ സംഭാഷണം, പിന്നെ രചനാ മത്സരങ്ങൾ, എല്ലാ പരിപാടികളും അങ്ങനെ 19 ഐറ്റം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ നല്ല പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. അറബി കലോത്സവം മുമ്പ് ആരും അറിയാതെ നിന്നിരുന്നൊരു വേദിയായിരുന്നു. അപ്പോൾ അതിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. പ്രസംഗം, അറബി ഗാനം, സംഭാഷണം എന്നിവയ്ക്കെല്ലാം പുറമെ മോണോ ആക്റ്റും നാടകവും ഉൾപ്പെടെയുള്ള ടീം ഇനങ്ങളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. كثير من طلاب يطلبون مني هذا الدواء. تنامني يوما فقط ترسلي على النتيجة. لا هذا ليه بل خذي هذا. അറബി കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജനറൽ വിഭാഗത്തിൽ 5 മത്സരങ്ങളിൽ വരെ പങ്കെടുക്കാനാകുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. പേരിന് മാത്രം നടക്കുന്ന മത്സരങ്ങളല്ല അറബി കലോത്സവത്തിലുള്ളത്. ശക്തമായ മത്സരം തന്നെയാണ് അറബി കലോത്സവത്തിൽ നടക്കുന്നത്. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 12 ഉപജില്ലകളിൽ നിന്നും വിവിധ ഇനങ്ങളിൽ മത്സരാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട്. ഇതിനു പുറമെ അപ്പീലിലും കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട്. ഇത് തന്നെ ഈ അറബി കലോത്സവത്തിൽ ശക്തമായ മത്സരം നടക്കുന്നതിൻ്റെ ഉത്തമ തെളിവ് കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് MK സമദിനൊപ്പം PS ടോണി, ടീം CCTV. പൊള്ളുന്ന വെയിലത്ത് പൊടി പാറിച്ച് ബാൻഡ് വാദ്യ മത്സരം. രാവിലെ സീനിയർ ഗ്രൗണ്ടിലായിരുന്നു ഈ മത്സരം. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പേർ, 20 മിനിറ്റ്, 20 ബാൻഡ് വാദ്യ ഉപകരണങ്ങൾ, ഒരേ സമയം, ഒരേ വേഗത്തിൽ, ഒരേ താളത്തിൽ, ഉറച്ച ചുവടോടെയുള്ള മത്സരം. ആദ്യം ഒരേ ലൈനപ്പിൽ നിന്ന പ്ലാറ്റൂണുകൾക്ക് വിധികർത്താക്കളുടെ പരിശോധന. തുടർന്ന് ബാൻഡ് ലീഡർ നിർദ്ദേശം നൽകുന്നതോടെ ആഞ്ഞു ചവിട്ടുന്ന ചുവടുകൾക്കൊപ്പം ബേസ് ഡ്രം, സൈഡ് ഡ്രം, ട്രംപറ്റുകൾ, യുഫോണിയം എന്നിവയെല്ലാം ഒരേ താളത്തിൽ ശബ്ദിച്ചതോടെ കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് പ്രകമ്പനം കൊള്ളുകയായിരുന്നു. മൈതാനത്ത് പ്രതിധ്വനിച്ചത് വെറും ശബ്ദങ്ങളായിരുന്നില്ല. ഒരേ ചുവടോടെ മുന്നേറിയ ടീമുകളുടെ വലിയ ആവേശമായിരുന്നു. ശക്തമായ മത്സരത്തിനൊടുവിൽ മതിലകം അവർ മേരി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ ഒന്നാമതെത്തി. നേരത്തെ 3 വർഷം ജില്ലയിലെ 1ാം സ്ഥാനം ഇവർക്കായിരുന്നു. 2 തവണ സംസ്ഥാന തലത്തിലും മത്സരിച്ചു. KV അരുൺ, നിതിൻ ജോസഫ്, ഗോപകുമാർ എന്നിവരുടെ ശിക്ഷണത്തിലാണ് പരിശീലനം. കഴിഞ്ഞ വർഷം ജില്ലയിൽ നിന്ന് വിജയിക്കാനാകാതെ വന്നതോടെ കോടതി വിധിയുടെ കാരുണ്യത്തിൽ സംസ്ഥാന മത്സരത്തിനെത്തിയ ഇവർ A ഗ്രേഡ് നേടിയാണ് മാറ്റി തെളിയിച്ചത്. ഇത്തവണ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് മതിലകം ടീമിന്റെ ശുഭപ്രതീക്ഷ. ടീം CCTV. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്ന നഗരസഭയുടെ ടൗൺ ഹാൾ വേദി അലങ്കരിച്ചത് തീർത്തും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടാണ്. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നേതൃത്വത്തിലുള്ള സ്വീകരണ കമ്മിറ്റിയാണ് പ്രകൃതി വിഭവങ്ങളാൽ മനോഹരമായി വേദി ഒരുക്കിയത്. തക്കാളി, മുളക്, വെണ്ട, വഴുതനങ്ങ തുടങ്ങിയ പച്ചക്കറികൾ
വാഴ, കുരുത്തോല, തെങ്ങിൻ പൂക്കുല, കവുങ്ങിൻ പൂക്കുല തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് വേദി അലങ്കരിച്ചത്. സിനിമാ രംഗങ്ങളിലും കലാമേളകളിലും പ്രവൃത്തി പരിചയമുള്ള ചേറൂർ നാരായണൻകുട്ടിയാണ് അലങ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഞാൻ സ്വയം ചെറുപ്പത്തിലെ ഒന്ന് ഉണ്ടാക്കി കളിച്ച് വന്നിട്ടുള്ള ആ രീതിയിൽ നിന്നാണ് ഞാൻ ഈ തൊഴിലിലേക്ക് വരുന്നത്. ഇപ്പോൾ കൂടുതൽ ഈ വർക്കിന് പ്രാധാന്യമായി. ഇറങ്ങിയ സമയത്ത് അത്ര വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കി വന്ന സമയത്ത് കാരണം ഇതിന് കൂടുതൽ പ്രാധാന്യം കിട്ടി. സിനിമയിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാങ്കുഡേസ് സിനിമ, പ്രേമം, നിവേദ്യം, പിന്നെ ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ ഇപ്പം ചെറിയ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അലങ്കാരത്തിനാവശ്യമായ പച്ചക്കറികളും മറ്റും സ്വീകരണ കമ്മിറ്റി കൺവീനർ CJ ജിജു മാസ്റ്ററും മറ്റ് അധ്യാപകരും വീടുകളിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു. സ്വീകരണ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ 2 ദിവസമായി അലങ്കാരങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടന്നുവരികയായിരുന്നുവെന്ന് സ്വീകരണ കമ്മിറ്റി കൺവീനർ CJ ജിജു മാസ്റ്റർ പറഞ്ഞു. ആ പരിസ്ഥിതി സൗഹൃദമായി അലങ്കരിക്കുന്നത് കുരുത്തോല, തെങ്ങിൻ്റെ ഭാഗങ്ങളായ മുച്ചിങ്ങി, അതിൻ്റെ പൂക്കൊലിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അത് അലങ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നേതൃത്വം കൊടുക്കുന്നത് ചേറൂരുള്ള നാരായണൻകുട്ടി ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി അതിൻ്റെ ശ്രമങ്ങൾ നടന്നു വരികയാണ്. രാത്രി വൈകിയും ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ബുധനാഴ്ച ഏറെ വൈകിയും സ്റ്റേജ് അലങ്കരിക്കുന്ന പ്രവൃത്തികൾ നടന്നിരുന്നു. CJ ജിജു മാസ്റ്റർ, ജോയിന്റ് കൺവീനർ ജോമോൻ, വിജോ മാസ്റ്റർ, ചൈതന്യ, NB ജിൻ, KT ഷാജൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടീം CCTV. വിവിധ കഥാപാത്രങ്ങളെ പകർന്നാടിയ ഓട്ടൻതുള്ളൽ മത്സരം മികച്ച നിലവാരം പുലർത്തി. 14 തുള്ളൽ കലാകാരന്മാരെ വേദിയിൽ എത്തിച്ചുവെന്ന ബഹുമതി മണലൂർ ഗോപിനാഥന് സ്വന്തം. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിലാണ് ഓട്ടൻതുള്ളൽ മത്സരം അരങ്ങേറിയത്. UP വിഭാഗത്തിൽ 10 കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 12 പേരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 9 പേരുമാണ് മത്സരിച്ചത്. ഭൂരിഭാഗം പേരും പെൺകുട്ടികളായിരുന്നു. അഭിനയ സാധ്യതയും രാഗവും താളവും ഒത്തിണങ്ങിയ പുതിയ കഥകൾ മത്സരിച്ചവർ അവതരിപ്പിച്ചു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഗണപതി ഭഗവാൻ തന്നെ ഞാൻ കൈതൊഴുന്നേൻ. ഗണപതി ഭഗവാൻ തന്നെ ഞാൻ കൈതൊഴുന്നേൻ. 9 ഉപജില്ലകളിൽ നിന്നായി 14 ശിഷ്യരെ ഈ വർഷത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തുള്ളൽ വേദിയിലെത്തിച്ച പ്രശസ്ത തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥൻ ആശാന്റെ സാന്നിധ്യവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. പകർന്നാട്ടത്തിലൂടെ ഓട്ടൻ തുള്ളൽ നേരിട്ട് കണ്ട അനുഭവം കുട്ടികളിലേക്ക് എത്തിച്ചതിന്റെ മാറ്റമാണ് ഇത്തവണ ജില്ലയിൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് മണലൂർ ഗോപിനാഥ് അഭിപ്രായപ്പെട്ടു. ഇത്തവണത്തെ ജില്ലാ കലോത്സവത്തിലെ ഓട്ടൻതുള്ളൽ വളരെ നല്ല നിലവാരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UP വിഭാഗം 10 കുട്ടികൾ മത്സരിച്ചു. ഇത്രയും കാലത്ത് കാണാത്ത രീതിയിലുള്ള വലിയ നിലവാരത്തിലാണ്. പാട്ടിലായാലും താളത്തിലായാലും രാഗത്തിലായാലും ഒക്കെ തന്നെ വളരെ നല്ല നിലവാരം പുലർത്തി വരികയാണ്. സ്കൂൾ തലത്തിലൊക്കെ പകർന്നാട്ടം എന്ന പേരിൽ ഒരുപാട് സ്കൂളുകളിൽ 100ഓളം സ്കൂളുകളിൽ ഞാൻ തുള്ളൽ കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു ഭാഗമായി ഒരുപാട് കുട്ടികൾ ആ തുള്ളൽ പഠിക്കുകയും ഈ വർഷം തന്നെ അത് അവർ മത്സരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ വരികയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ ഇവിടെ ഈ വർഷം മത്സരത്തിന് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. രാമാനുചരിതം, ഇടുംബവധം, കിരാതം, സന്താനഗോപാലം, നളചരിതം, സുന്ദരി സ്വയംവരം, രുക്മണി സ്വയംവരം തുടങ്ങിയ കഥകളാണ് ഭൂരിഭാഗം പേരും അവതരിപ്പിച്ചത്. ടീം CCTV. ഇദംപ്രദമായ ഇരുള നൃത്തത്തിൽ ചുവട് പിഴയ്ക്കാതെ ചെറുവാളൂർ നായർ സമാജം ഹൈസ്കൂൾ ഗോത്രകലകളുടെ സംഗമസ്ഥാനമായ കുന്നംകുളം ടൗൺ ഹാളിലെ ആനന്ദഭൈരവി എന്ന 1ാം വേദിയിലാണ് ഇരുള നൃത്തം അരങ്ങേറിയത്.
ഹൈസ്കൂൾ തലത്തിൽ ചാലക്കുടി ഉപജില്ലയിലെ ചെറുവാളൂർ നായർ സമാജം ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. 7 പെൺകുട്ടികളും 5 ആൺകുട്ടികളുമടക്കം 12 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. NV അഥർവിന്റെ പാട്ടിനൊപ്പം ബാക്കിയുള്ളവർ ചുവടുവെച്ചു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി വനമേഖലയിലെ ഇരുള സമുദായക്കാരുടെ പാരമ്പര്യ വേഷത്തിലായിരുന്നു മത്സരാർത്ഥികൾ. ഇരുള സമുദായക്കാർ വിളവെടുപ്പ്, വിവാഹം, ജനനം, മരണം തുടങ്ങി പ്രധാന വേളകളിലെല്ലാം അവതരിപ്പിക്കുന്ന പാരമ്പര്യ കലാരൂപമാണ് ഇരുള നൃത്തം. തുകൽ, മുള എന്നിവ കൊണ്ട് നിർമ്മിച്ച വാദ്യങ്ങളുടെ താളത്തിനും ഈണത്തിനുമൊത്ത നൃത്തം കലോത്സവ വേദിക്ക് പുതുമയായിരുന്നു. ഇത്തവണ മുതലാണ് ഗോത്രകലകളിൽ ഉൾപ്പെടുത്തി ഇരുള നൃത്തം മത്സര രംഗത്തെത്തിയത്. വനമേഖലയോട് ചേർന്ന പ്രദേശത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഇരുള നൃത്തം കേട്ടുകേൾവി മാത്രമായിരുന്നു. ഇതേ തുടർന്ന് നൃത്തം അഭ്യസിക്കാൻ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തെ സമീപിച്ചു. അട്ടപ്പാടി സ്വദേശികളായ R. മുരുകൻ, C. മുരുകേശൻ എന്നിവരെത്തി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുത്തു. 3 ദിവസം സ്കൂളിൽ താമസിച്ചാണ് പരിശീലനം നൽകിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങള് സബ് ജില്ലയിൽ പോകാനായിട്ട് 3 ദിവസം കൊണ്ടാണ് പഠിച്ചത്. അവർ അട്ടപ്പാടിയിൽ നിന്ന് ഇതിന്റെ ആൾക്കാർ വന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. 3 ദിവസം അവര് സ്കൂളിൽ നിന്ന് ഒക്കെയാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങള് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ടീച്ചർമാരൊക്കെ കാണിച്ച് ഞങ്ങള് ഇങ്ങനെ അവര് തിരുത്തി തരും എന്താണ്. പിന്നെ ഞങ്ങൾ ഇതിനെ കുറിച്ച് കുറെ അന്വേഷിച്ചു. ഇവരെ വസ്ത്രം എങ്ങനെയാണ്, ഇവര് ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കണ്ടുപിടിച്ച് തീരെ വിചാരിച്ചില്ല ഇതൊക്കെ ജയിക്കുന്നു. നൃത്തത്തിനാവശ്യമായ പെറെ, ദവിൽ, ജാൽറ, കൊഗാലെ എന്നീ വാദ്യോപകരണങ്ങൾ പരിശീലകർ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇരുള ഭാഷയ്ക്ക് ലിപിയില്ലാത്തതിനാൽ വാമൊഴിയിലൂടെയാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുത്തതെന്ന് പരിശീലകർ പറഞ്ഞു. എഴുതി പഠിക്കാനും പറ്റാത്ത ഒരു ഭാഷയാണ് നമ്മുടെ ഇരുള ഭാഷ. അതുകൊണ്ട് അവർക്ക് നമ്മൾ പകർന്നു കൊടുത്തു, ഇത് പാട്ട് ഇങ്ങനെ പാടണം. നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അവര് അതുപോലെ തന്നെ ചെയ്തു. അവരുടെ ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് മാറിയത് കൊണ്ടാണ് അവര് ഈ പാട്ടും ഡാൻസും ചെയ്തിട്ട് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആകെ മത്സരിച്ച 10 ടീമുകളെ പിന്തള്ളിയാണ് ചെറുവാളൂർ നായർ സമാജം ഹൈസ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് എത്തിയത്. ഈ പരിശീലകർ അഭ്യസിപ്പിച്ച 4 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് സംസ്ഥാന തലത്തിൽ ഇരുള നൃത്തത്തിൽ ഏറ്റുമുട്ടുക. ടീം CCTV. മത്സരത്തിന്റെയും അപ്പീലുകളുടെയും കലോത്സവ ലോകത്ത് പൈങ്കുളം നാരായണ ചാക്യാർ ഏകാംഗ വിസ്മയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 100 കണക്കിന് കുട്ടികളെ കൂത്തുകലകളിലേക്ക് പരിശീലിപ്പിച്ച് കൈപ്പിടിച്ചുയർത്തുന്ന ഏറെ ജനകീയനായ നാരായണ ചാക്യാരുടെ കുട്ടികൾ ഇത്തവണയും കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, പാട്ടകം തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മത്സരിക്കാനെത്തിയിരുന്നു. കലോത്സവത്തെപ്പറ്റിയും കലയുടെ പ്രചാരം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റിയും സർക്കാർ തലത്തിലെ ഇടപെടലുകളെ സംബന്ധിച്ചും സംസ്കൃതോത്സവത്തിന്റെ ഗ്രീൻ റൂമിൽ വെച്ച് കൂത്തുകലകളുടെ ജനകീയ പരിശീലകൻ CCTVയോട് മനസ്സ് തുറന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മളിപ്പോൾ ഒരു ഗ്രീൻ റൂമിലാണ് ഉള്ളത്. കൂടിയാട്ടം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മേക്കപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇത്തരം ഇനങ്ങളിൽ ഏറെ പ്രശസ്തനായ കേരളത്തിൽ അനേകം ശിഷ്യസമ്പത്തുള്ള പൈങ്കുളം നാരായണ ചാക്യാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. സാർ, എത്രമാത്രം മേക്കപ്പിന് പ്രാധാന്യം ഇതിലെ ഇനങ്ങളിലെ? ഈ കൂടിയാട്ടത്തിലും സമാനമായിട്ടുള്ള കലാരൂപങ്ങളിലൊക്കെ, അതായത് കേരളത്തിൻ്റെ ശാസ്ത്രീയ കലാരൂപങ്ങളിലെല്ലാം മേക്കപ്പിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പോൾ കഥകളിയുടെ, കൃഷ്ണാട്ടത്തിൻ്റെയൊക്കെ ഒരു പൂർവ്വരൂപമായിട്ടുള്ള കൂടിയാട്ടത്തിൽ നിന്നാണ് ഈ മേക്കപ്പൊക്കെ മറ്റ് കലകളിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിലിപ്പോൾ ഇത്ര ഇനങ്ങളിലൊക്കെ ജനപ്രീതി നഷ്ടപ്പെടുന്നുണ്ടോ, അതോ കൂടുതൽ കാഴ്ചക്കാരൊക്കെ ഉണ്ടാവുന്നുണ്ടോ? ഇത് ഒരു 10-20 വർഷം മുമ്പാണ് ഈ ചോദ്യം എന്ന് വെച്ചാൽ പ്രസക്തമായിരുന്നു. കാരണം അന്ന് വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ജനപ്രീതി നഷ്ടപ്പെടില്ല, കുറേശ്ശെ ആൾക്കാർ വീണ്ടും ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രകലകൾ എന്ന രീതിയിൽ വ്യാപകമായിട്ട് ഇത്തരം ഇനങ്ങൾ, ക്ഷേത്രകലകൾ എന്നുള്ള നിലയിൽ വ്യാപകമായിട്ട് ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൂടിയാട്ടം വളരെ കുറവാണ്. അപ്പോൾ അല്ലാതെ ഉള്ള അവതരണങ്ങളാണ് കൂടുതൽ. ക്ഷേത്രങ്ങളിൽ താരതമ്യേന വളരെ കുറഞ്ഞ അവതരണമേ ഉള്ളൂ ഇപ്പോഴും കൂടിയാട്ടത്തിന്. ഇപ്പോൾ ഒരുപക്ഷെ കലോത്സവത്തിലൂടെയാണ് കേരളം മുഴുവൻ ഇത് പ്രചരിക്കുന്നത്. സാറിന് കേരളത്തിൽ വ്യാപകമായിട്ട് ശിഷ്യഗണങ്ങളുണ്ട്. കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ ടാലൻറ്റ് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ കുട്ടികളെ നോക്കിയപ്പോൾ ഇതൊന്നും ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കാൻ, കരിയർ എന്നുള്ള നിലയ്ക്ക് ആർക്കും പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഈ കലകളൊന്നും തന്നെ പഠിച്ച് പൂർണ്ണമായിട്ട് അവർക്കൊരു കലാകാരനോ കലാകാരിയോ ആയിട്ട് മാറാൻ സാധിക്കില്ല. ഒരു പാഷൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ ഈ കലോത്സവത്തിന് വേണ്ടി പഠിക്കാൻ വന്ന പലരും ഇത്
ഇത് കഴിഞ്ഞും തുടരുന്നുണ്ട്. എൻ്റെ ശിഷ്യർ തന്നെ അത് പ്രത്യേകിച്ച് ചാക്യാർകൂത്തൊക്കെ ധാരാളം പേര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തുടർന്ന് പോകുന്നുണ്ട്. സാർ, അവസാനമായിട്ട് ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അത്തരം സാംസ്കാരിക സംഘടനകൾ എത്രമാത്രം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്? സർക്കാർ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ഉദാഹരണം കലോത്സവത്തിൽ ഇത് ഒട്ടും കുറവില്ലാതെ നടത്തുന്നുണ്ട് എന്നതിൻ്റെ വലിയ കാര്യമാണ്. പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒറിജിനലായിട്ട് എല്ലാത്തിലും ഉണ്ടല്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റും ഇതുമായിട്ടുള്ള ശുദ്ധരൂപത്തിലുള്ള കല ആണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ആളുണ്ട്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുള്ള സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട് മത്സരം അവതരണ മികവ് കൊണ്ട് ശ്രദ്ധ നേടി. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. സുവനത്തിൽ മൊഞ്ചത് തൂകി മാരനും തോഴന്മാരുമെന്ന ഗാനമാണ് വട്ടപ്പാട്ട് മത്സരത്തിൽ ചാവക്കാട് MRRM സ്കൂളിനെ ഒന്നാം സ്ഥാനത്തിന് അർഹരാക്കിയത്. പരിശീലകനായ സമദ് കണ്ണൂരാണ് ഗാനം രചിച്ചതും ഈണം നൽകിയതും. മത്സരം തൃശ്ശൂർ ജില്ലയെ അപേക്ഷിച്ചിട്ട് വലിയ ഓളത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാവാറില്ല, സാധാ ഓരോ ഇയറായിട്ട് കണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഒരു 3-4 ടീമേ ഇവരെ കൂടെ മത്സരിക്കാൻ ഒരു വാശി ഉണ്ടായിരുന്നുള്ളൂ. 12 ടീം കളിച്ചെങ്കിലും 3-4 ടീമേ ഇവരെ കൂടെ മത്സരിക്കാൻ വന്നുള്ളൂ. അപ്പോൾ ഇവർ നന്നായി കളിച്ച് നല്ലോണം പാടി, അതുകൊണ്ട് തന്നെ പ്രൈസ് വരാൻ കാരണം ഇവിടെ ഹാർഡ് വർക്ക് തന്നെയാണ്. പാട്ട് ഞാൻ തന്നെ കുറച്ച് വരികൾ ഞാൻ തന്നെ എഴുതുന്നുണ്ട്, ഞാൻ തന്നെയാണ് മൊത്തം കമ്പോസിങ് ചെയ്തത്. പിന്നെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഒരു ഐറ്റം സെറ്റാക്കിയത്. അപ്പോൾ കണ്ണൂരും കോഴിക്കോടൊക്കെ പ്രൈസ് ഉണ്ട്. അപ്പോൾ മാഷാഅല്ലാ ഇവിടെയും പ്രൈസ് കിട്ടി, സന്തോഷം. ഞാനൊരു 12 വർഷം ഫീൽഡിലുണ്ട്. അതെ. സുവനത്തിൽ മൊഞ്ചത് തൂകാൻ മാരനും തോയരും വന്ദിതമായേ സ്വരമൊത്ത് മൂളുവാൻ മജ്ലിസിൽ ശീലുകൾ നിറവായി നേരം പുഞ്ചിരിയോരമില. അങ്ങനെ വരുന്ന ഒരു പാട്ടാണ് ചെയ്തത്. അതെ അതെ, താങ്ക് യു. ആദ്യമായാണ് MRRM സ്കൂൾ ജില്ലാ കലോത്സവത്തിൽ വട്ടപ്പാട്ട് മത്സരത്തിൽ വിജയികളാകുന്നത്. വഴിനീളവും സലാം ചൊല്ലലും മുനാജത്തും വിരുത്തവും പദവും മടക്കവഴിനീളവും മത്സരാർത്ഥികൾ തനതു ശൈലിയിൽ നിന്നുകൊണ്ട് മനോഹരമായി അവതരിപ്പിച്ചു. ആദിൽ, സബീൽ അഹമ്മദ്, ഷഹബാൻ, മെഹദി സാഗർ, ഷഹാൻ, നാസിം, നാഷിദ്, മുഹമ്മദ് മുസ്ഫിർ, മുഹമ്മദ് ആമിഷ്, മുഹമ്മദ് സിനാൻ. ഫസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു സബ് ഡിസ്ട്രിക്ട് കളിക്കുമ്പോൾ. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി കളിച്ച്. എല്ലാവരും കളിച്ച് നന്നായിട്ട് കളിച്ച്. ആ 2.5 മാസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം അത്രയും പ്രതീക്ഷിച്ചായിരുന്നു. നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടാവുമല്ലോ. മത്സരാർത്ഥികളുടെ അർപ്പണ മനോഭാവത്തോടെയുള്ള കഠിനമായ പരിശീലനമാണ് സ്കൂളിനെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹരാക്കിയത്. ടീം CCTV. സമകാലിക സാമൂഹിക സാഹചര്യങ്ങളെ വരച്ചുകാട്ടിയും തനത് സംസ്കാരങ്ങൾ അവതരിപ്പിച്ചും നാടോടി നൃത്തം അരങ്ങ് തകർത്തു. ഹോളി ചൈൽഡ് CUP സ്കൂളിലെ വേദി 9 നിറഞ്ഞ സദസ്സിന് മുൻപിലാണ് കലോത്സവത്തിന്റെ 2ാം ദിനത്തിൽ നാടോടി നൃത്തം അരങ്ങേറിയത്. ആദ്യം UP വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തമാണ് നടന്നത്. ആകെ 15 മത്സരാർത്ഥികൾ പങ്കെടുത്തു. UP വിഭാഗത്തിൽ എല്ലാവരും A ഗ്രേഡ് സ്വന്തമാക്കി. മത്സരിച്ച എല്ലാവരും ഉന്നത നിലവാരം പുലർത്തിയെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. മണവാളൻ പാറയുടെയും മണവാട്ടിപ്പാറയുടെയും പ്രണയത്തിന്റെ കഥ പറഞ്ഞ് പ്രജോയ് സുനിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ തുടർച്ചയായി 2ാം തവണയും ഒന്നാമതായി. 3 വർഷമായി നാടോടി നൃത്തം പരിശീലിക്കുന്ന പ്രജോയ് കഴിഞ്ഞ തവണയും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. വടക്കാഞ്ചേരി GBHSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രജോയ്. ഹോളി ചൈൽഡ് കോൺവെന്റ് GUP സ്കൂളിൽ നിറഞ്ഞ സദസ്സിലാണ് നാടോടി നൃത്ത മത്സരം നടന്നത്. ആകെ 8 പേർ മാത്രമാണ് ആൺകുട്ടികൾ വിഭാഗത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന കലോത്സവ വേദികളിലടക്കം വിധി നിർണ്ണയം നടത്തിയിട്ടുള്ള കന്യാകുമാരി ഷൺമുഖ പെരുമാൾ, RLV ശ്രീദേവി മുനീഷ, ആർച്ച N രാജ് എന്നിവരാണ് വ്യാഴാഴ്ച നടന്ന നാടോടി നൃത്ത മത്സരത്തിൽ വിധി നിർണ്ണയം നടത്തിയത്. വളരെയധികം സന്തോഷം. കഴിഞ്ഞ 3 വർഷമായിട്ട് ജില്ലയിലെ ഫസ്റ്റ്
ഒരുപാട് സന്തോഷം. കഥ മണവാളം പാറ പറഞ്ഞിട്ട് അഷ്ടമുടിക്കായലുള്ള കലോത്സവ നഗരിൽ എത്തിയവരെ കുടുക്കി ഏടാകൂടം. വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഏടാകൂടം പ്രദർശനമായി എത്തുന്ന ആറങ്ങോട്ടുകര സ്വദേശി ഉണ്ണിയാണ് പതിവ് തെറ്റിക്കാതെ കുന്നംകുളത്തും എത്തിയത്. കളിയോടൊപ്പം ബുദ്ധി വികസിപ്പിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങളാണ് ഏടാകൂടം. പഴയ കാലത്തെ ഗെയിമുകളായിരുന്ന ഏടാകൂടം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ആറങ്ങോട്ടുകര സ്വദേശി ഉണ്ണി. അഴിക്കും തോറും കുരുക്കുമുറുകുന്ന ഏടാകൂടത്തിൽ വിജയിക്കണമെങ്കിൽ കൂർമ്മ ബുദ്ധിയും സൂക്ഷ്മതയും ക്ഷമയും നിർബന്ധമാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ വേദിയിലെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കാണികളും ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ണിയുടെ ഏടാകൂടത്തിൽ കുടുങ്ങി. 20 വർഷമായി കലോത്സവങ്ങളിൽ ഉണ്ണിയുടെ ഏടാകൂടം പ്രദർശനമുണ്ട്. മരത്തിൽ തീർത്ത 70ഓളം ഏടാകൂടങ്ങൾ ഉണ്ണിയുടെ കൈവശമുണ്ട്. നേരമ്പോക്കിനൊപ്പം വിജ്ഞാനവും നൽകുന്ന ഏടാകൂടം കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഗുണകരമാണെന്നാണ് ഉണ്ണിയുടെ അഭിപ്രായം. ഏടാകൂടം എന്നൊരു പഴയ കാലത്തെ ഒരു കളി ഉപകരണമാണ്. ഇത് സ്കൂൾ വേദിയിൽ കൊണ്ടുവരാൻ കാരണം ടീച്ചേഴ്സ് കുട്ടികൾക്കൊക്കെ ബ്രെയിനായിട്ട് മൊബൈലിലെ കളികൾ കുറയ്ക്കുന്നതിനൊക്കെ സംബന്ധിച്ച് താല്പര്യമൊക്കെ മേടിച്ചു കൊണ്ടുപോകും. സ്വയം പഠിക്കാനുള്ളതാണ്. റുബിക്സ് ക്യൂബിന്റെ വേറെ ഐറ്റംസ് ആണ് മരത്തിലുള്ള സാധനങ്ങളാണ്. ഇത് ഞാൻ തന്നെ 70-80 വരെ ഉണ്ടാക്കണം. ഒരാൾക്ക് കാണിച്ചു കൊടുക്കൽ പെട്ടെന്ന് നടക്കില്ല. സ്വയം പഠിക്കാനുള്ളതാണ്. അപ്പോഴല്ലേ പഠിക്കുള്ളൂ. ടീം CCTV. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി ഊരുവിലക്ക് ഏർപ്പെടുത്തപ്പെട്ട പെൺകുട്ടിയുടെ കഥ പറഞ്ഞ അവന്തിക നേടിയത് ജില്ലാ കലോത്സവത്തിലെ കന്നി വിജയം. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികൾ നാടോടിനൃത്ത മത്സരത്തിലാണ് VD അവന്തിക 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. കാരമുക്ക് SNGHS സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവന്തിക വളരെ ചെറുപ്പം മുതലേ നാടോടിനൃത്തം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ആദ്യമായിട്ടാണ് ജില്ലാ തലത്തിൽ മത്സരിച്ച് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പാലായി ദിനേശ് റിമ ദമ്പതികളുടെ മകളാണ് അവന്തിക. ഷൺമുഖപ്രിയ കലാക്ഷേത്രത്തിൽ ബിജുവിന്റെ ശിക്ഷണത്തിൽ ആയിരുന്നു നൃത്തം അഭ്യസിച്ചത്. വളരെ വേദനകൾ സഹിച്ചാണ് ഇതുവരെ എത്തിയതെന്നും ദൈവാനുഗ്രഹവും കഠിന പ്രയത്നവുമാണ് 1ാം സ്ഥാനത്തിന് അർഹയാക്കിയതെന്നും അതിയായ സന്തോഷമുണ്ടെന്നും അവന്തിക CCTVയോട് പറഞ്ഞു. മത്സരത്തിലാകെ 19 പേർ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും 17 പേർ മാത്രമാണ് നൃത്തം അവതരിപ്പിച്ചത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നതും സബിൽ തന്നെ കുറെ വേദനകൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയതും. കുട്ടി പ്രൈസ് പിടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കും നല്ല വിഷമമുണ്ട്. അവൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഭയങ്കര വേദന. 3 ഐറ്റം 1ാം സ്ഥാനം കിട്ടിയവൾക്ക് അവിടെ നിന്ന് വന്നപ്പോൾ. അപ്പോൾ അതിനെ ചൊല്ലിയിട്ടാണ് അവരെ നമുക്ക് പരിചയമുള്ളവരാണ് അത് പറഞ്ഞതും കാര്യങ്ങളൊക്കെ. ഭയങ്കര വിഷമമായിരുന്നു നമുക്കത്. കുട്ടിയെ മാനസികമായിട്ട് തളർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭരതനാട്യത്തിനും ഉണ്ടായിരുന്നു, കുച്ചിപ്പുടിക്കും ഉണ്ടായിരുന്നു, നാടോടി നൃത്തത്തിനും ഉണ്ടായിരുന്നു 1ാം സ്ഥാനം. 3 ഗ്രേഡോട് ഫസ്റ്റ് എ ഗ്രേഡോട് കൂട്ടിയാണ് അവൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ആവേശപൂർവ്വം പരിചമുട്ടുകളി ഒരു വ്യാഴവട്ടക്കാലത്തെ വിജയക്കുതിപ്പുമായി മറ്റത്തൊരു സ്കൂൾ. ക്രൈസ്തവരുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള ആയോധന കലയായ പരിചമുട്ട് കളിയോടുകൂടിയാണ് വേദി 7 ബദനി സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വേദി 7 ഉണർന്നത്. ശക്തമായ മത്സരമാണ് വേദിയിൽ നടന്നത്. മത്സരവിശേഷങ്ങളിലേക്ക്. വാളും പരിചയം കയ്യിലേന്തി 6 പേർ അടങ്ങുന്ന സംഘത്തിന്റെ മെയ്യഭ്യാസം കൂടിയായി മാറുന്നു ഈ മത്സരം. വേദിക്കരികിൽ നിന്ന് പാടുവാനും താളമിടാനും 2 പേരുണ്ട്. നിശ്ചിത സമയത്തിനകം തീർക്കുകയും പരസ്പരം കൂട്ടിമുട്ടി ചോര പൊടിയാതിരിക്കുകയും വേണം. നിരന്തര പരിശീലനത്തിലൂടെ മാത്രം സാധ്യമാകുന്ന കലാസബര്യ. സാമാന്യം നല്ല കാഴ്ചക്കാരും പിന്തുണ നൽകിയതോടെ മത്സരം മുറുകി.
10 മിനിറ്റ് സമയത്തിൽ തിമിർത്ത ചലനങ്ങളിലൂടെ ഓരോ സംഘവും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ചുവടും പയറ്റും മത്സരത്തിൽ പ്രധാനമാണെന്ന് പരിശീലകൻ പറയുന്നു. പരിചമുട്ടയെ സംബന്ധിച്ചിടത്തോളം പരിചമുട്ട ഒരു ആചാരപരമായ ഒരു കലയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഭക്തിഭാവം, അതുപോലെ തന്നെ പയറ്റ്, ചുവടുകൾ, അടവ്, ഇതൊക്കെ പരിചമുട്ടിന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കലോത്സവ വേദികളിലേക്ക് പ്രധാനമായിട്ടും പരിചമുട്ട് വരുമ്പോൾ 10 മിനിറ്റ് സമയമാണ് പരിചമുട്ടിനുള്ളത്. പ്രധാനമായിട്ടും നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന പാട്ടുകൾ ഭക്തിഭാവത്തിലുള്ള പാട്ടുകളുണ്ട്. അതുപോലെ പതികാലത്തിൽ, ദ്രുതകാലത്തിലൊക്കെ പരിചമുട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിൻ്റെ ചുവടുകൾക്ക് മാറ്റം വരാറുണ്ട്. നമുക്ക് 10 മിനിറ്റാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരമാവധി അടവുകളും ചുവടുകളുമുള്ള സ്റ്റെപ്പുകൾ വെക്കുക എന്നുള്ളതാണ് പരിചമുട്ട് കളി. അതേസമയം ഹൈസ്കൂൾ വിഭാഗത്തിൽ പരിചമുട്ടിൽ 12ാം തവണയും തുടർച്ചയായി ചാലക്കുടി ഉപജില്ലയിലെ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപ്പീൽ വഴി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടി. അർജുൻ കൃഷ്ണ, IS അർജുൻ, AR അമർനാഥ്, മുഹമ്മദ് തമീം, PP അഗ്നിമിത്രൻ, ആദർശ്, മനോജ് KS, ദേവദൻ PU, അദ്യുത് കൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കലോത്സവത്തിൽ മത്സരിച്ചത്. അമൽ സുരേഷ്, VV ആനന്ദു, അതുൽ കൃഷ്ണൻ എന്നിവരുടെ കീഴിലാണ് മത്സരാർത്ഥികൾ പരിചമുട്ട് അഭ്യസിക്കുന്നത്. മത്സരിച്ച എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് സ്വന്തമാക്കുവാനും ഈ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ടീം CCTV. മാർഗംകളി മത്സരത്തിൽ 2 വർഷമായി നഷ്ടമായ 1ാം സ്ഥാനം തിരികെ പിടിച്ച് കുന്നംകുളം BCGHSS ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചെർളയം ബദനി ഗേൾസ് സ്കൂളിലെ മിടുക്കികൾ 1ാം സ്ഥാനം നേടിയത്. പാട്ടിനൊപ്പം നിലവിളക്കിന് ചുറ്റുമായി താളവും ചുവടും പിഴയ്ക്കാതെ ചടലോടുകൂടിയാണ് എല്ലാ ടീമുകളും മാർഗംകളി അവതരിപ്പിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്ത 11 ടീമുകൾക്കും A ഗ്രേഡ് ലഭിച്ചു. വേദി 7 നടന്ന മത്സരത്തിൽ ആന്റണി ജോസഫ് വയനാട്, ജോബി കാസർഗോഡ്, ബിജു ജോസ് എന്നിവർ വിധികർത്താക്കളായി. കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലും കലോത്സവത്തിന്റെ പ്രധാന വേദിയായ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. AC മൊയ്തീൻ MLA ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ U മോനിഷ, CDS ചെയർപേഴ്സൺമാർ എന്നിവർ സംബന്ധിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർമാരായ അശ്വതി ജിനാഥ്, PS നിവ്യ, NS സുഷി, സിജി പ്രസാദ്, VG വിൽസൺ എന്നിവരാണ് ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മറ്റു വാർത്തകൾ. രഘുനന്ദനൻ ഇനി ദീപ്തമായ ഓർമ്മ. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാരതീയ ജനതാ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റും കർഷക മോർച്ച സംസ്ഥാന മുൻ അധ്യക്ഷനുമായിരുന്ന E രഘുനന്ദനന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ട് 6:20 മലങ്കര ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രാത്രിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ നിരവധിയായ ആളുകളാണ് അക്കിക്കാവിലെ വസതിയിൽ എത്തിച്ചേർന്നത്. AC മൊയ്തീൻ MLA, BJP സംസ്ഥാന ഭാരവാഹികളായ MT രമേശ്, C കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, KV ശ്രീധരൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി, CPM നേതാവ് M ബാലാജി, RSS പ്രാന്തപ്രചാരക് വിനോദ്, പ്രാന്ത കാര്യവാഹക് PN ഈശ്വരൻ, BMS മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജി നാരായണൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, സാംസ്കാരിക പ്രവർത്തകൻ VK ശ്രീരാമൻ, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. കുന്നംകുളത്തെ BJPയുടെ ആദ്യകാല മുഖങ്ങളിലൊരാളാണ് അദ്ദേഹം. ഹീമോഫീലിയ രോഗികളുടെ പരിചരണത്തിന് വേണ്ടി ഒരു സംവിധാനവും ഇല്ലാതിരുന്ന കാലത്ത് അക്കാര്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരൊരു അസോസിയേഷൻ ഉണ്ടാക്കാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അദ്ദേഹം വളരെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, കുടുംബ സുഹൃത്തുക്കളാണ്, എപ്പോഴും കാണുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം അവർക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും വലിയൊരു നഷ്ടമാണ്. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരും. രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുമ്പോൾ തന്നെ ഹീമോഫീലിയ രോഗികൾക്കായി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മകൻ കണ്ണൻ്റെ ആകസ്മികമായ വേർപാടിനു ശേഷം രാഷ്ട്രീയ രംഗത്തുനിന്ന് പിൻവലിഞ്ഞ അദ്ദേഹം ഹീമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിച്ചു.
നിലവിൽ ഹീമോഫീലിയ ഫൗണ്ടേഷൻ സൗത്ത് സോൺ ചെയർമാനായിരുന്നു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ആദ്യമായി മത്സരിച്ചത് രഘുനന്ദനായിരുന്നു. കക്കാട് വാദ്യകലാക്ഷേത്രം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മഹിളാ മോർച്ച സംസ്ഥാന മുൻ അധ്യക്ഷയായ അഡ്വക്കേറ്റ് രമ രഘുനന്ദനാണ് ഭാര്യ. പരേതനായ കണ്ണൻ, ലക്ഷ്മി എന്നിവരാണ് മക്കൾ. അഡ്വക്കേറ്റ് ശ്യാംജിത്ത് മരുമകനാണ്. വസതിയിലെ പൊതുദർശനത്തെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കഴിഞ്ഞ ദിവസം അഹല്യ കണ്ണാശുപത്രിക്ക് കൈമാറിയിരുന്നു. ഓർമ്മകൾ ബാക്കിയായി മടങ്ങിയെങ്കിലും രഘുനന്ദനൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകും. കണ്ണുകളിലൂടെ 2 പേർ ഇനിയും കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. 8 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കേച്ചേരി മണലി ഗോപാൽജി നഗറിൽ മേലേത്തടക്കൽ വീട്ടിൽ 48 വയസ്സുള്ള സുനിൽ ദത്തിനെയാണ് കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 7 കിലോ 700 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. കേച്ചേരിയിൽ തട്ടുകട നടത്തുന്ന പ്രതി തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തുന്നതായി വ്യാപക ആക്ഷേപം ഉയർന്നിരുന്നു. നേരത്തെ ദീർഘദൂര സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ കണ്ടക്ടറായി ജോലി ചെയ്തിട്ടുള്ള പ്രതി ആ ബന്ധങ്ങൾ കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. തൃശൂർ പൊന്നാനി കോൾ മേഖലയിൽ നിരവധി പ്രദേശങ്ങളിൽ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ പോർക്കുളം പഞ്ചായത്തിലെ കോൾ മേഖലയിൽ ഉൾപ്പെട്ട 45 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. 2 ദിവസം മുമ്പ് ഞാറുനടിയിൽ പൂർത്തിയാക്കിയ പാടങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. മഴയെ തുടർന്ന് പാടത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ്കുമാർ എന്നിവർ സ്ഥലത്തെത്തി കർഷക സംഘം ഭാരവാഹികളുമായി സംസാരിച്ചു. കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന വിള ഇൻഷുറൻസ് ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ഉറപ്പു നൽകി. കേടുവന്നുപോയ ഞാറിനു പകരം പുതിയ വിത്ത് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൈനർ ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BM കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. വെട്ടിക്കടവ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 100 അടി തോട്ടിലേക്ക് അടിയന്തരമായി മോട്ടോറുകൾ സ്ഥാപിച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമം തുടങ്ങി. പൊന്നം അരുവായി പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം ഒഴിഞ്ഞുപോകാത്തത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിയത്. കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, KM നാരായണൻ, VK ജയൻ, MT പോൾസൺ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം കർഷകരുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കഴിഞ്ഞ ദിവസങ്ങളായി പെയ്ത മഴയിൽ പരൂർ കോൾപ്പടവിൽ ഞാറ്റടി വ്യാപകമായി നശിച്ചു. പടവിലെ 650 ഏക്കറോളം ഭാഗത്ത് നടീലിന് തയ്യാറാക്കിയ ഞാറ്റടിയാണ് പൂർണ്ണമായും നശിച്ചത്. 2 മുതൽ 10 ദിവസം വരെയുള്ള ഞാറ്റടികളാണ് നശിച്ചത്. പടവിലെ പമ്പിംഗ് നടത്തുന്ന 3 മോട്ടോറുകൾക്കും മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പടവിലെ ഉയർന്ന ഭാഗങ്ങളിൽ ചണ്ടി നീക്കലും നിലമൊരുക്കലും ആരംഭിച്ചിരുന്നു. എന്നാൽ കനത്ത മഴയും 100 അടിത്തോട് നിറഞ്ഞ് ബണ്ടിനു മുകളിലൂടെ വെള്ളം പാടത്തേക്ക് ഒഴുകുന്നതും പുഞ്ചകൃഷി പ്രതിസന്ധിയിലാക്കി. പടവ് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. വെള്ളം വറ്റിച്ച് പടവിൽ കൃഷിയിറക്കാൻ ആഴ്ചകൾ കഴിയും. ഇതിനായി വൻതുക ചെലവാകും. ഇത് കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് പടവ് കമ്മിറ്റി സെക്രട്ടറി AT അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. കർഷകരുടെ പരാതിയെ തുടർന്ന് NK അക്ബർ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ADA സബീന, കൃഷി ഓഫീസർ ഗംഗാദത്തൻ, ഹസൻ തളികശ്ശേരി, മുജീബ് അറക്കൽ, ഹമീദ് ചറവല്ലൂർ, അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിത്തു നഷ്ടപ്പെട്ട കർഷകർക്ക് പകരം വിത്തു നൽകുവാനും തീരുമാനിച്ചു. CCTV ന്യൂസ്, പൊന്നയൂർക്കുളം. കടവലൂർ കരിക്കാട് സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 4 ദിവസം മുൻപാണ് പൈപ്പ് പൊട്ടിയത്. ലിറ്റർ കണക്കിന് വെള്ളമാണ് കാനയിലേക്ക് ഒഴുകുന്നത്. ആധുനിക രീതിയിൽ പുതുക്കി നിർമ്മിച്ച റോഡിന്റെ അരികിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി ആധുനിക രീതിയിൽ നിർമ്മാണം നടത്തിയ റോഡ് വീണ്ടും പൊളിക്കേണ്ടതായി വരും. അറ്റകുറ്റപ്പണികൾ നടത്തി ശുദ്ധജലം പാഴാകുന്നത് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളത്തിലെ വിവിധ സ്കൂളുകൾ പങ്കെടുത്ത സംസ്ഥാനതല സയൻസ് ടെക്നിക്കൽ എക്സിബിഷൻ റീജിയണൽ സ്റ്റോഗോ ഫെസ്റ്റിൽ 2024 മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇയാൾ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുബായിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലിലേക്കുള്ള ഒരുക്കത്തിലാണ് വിജയികൾ. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വെച്ച് നടന്ന സ്റ്റോഗോ ഫെസ്റ്റിൽ ചൈൽഡ് ഓൺലൈൻ പ്രൊട്ടക്ഷൻ അവാർഡ് വിഭാഗത്തിൽ സ്കൂൾ 1ാം സ്ഥാനം നേടി. കാറ്റഗറി 1-ൽ സ്റ്റിൽ മോഡലിന് എൽസ മരിയയ്ക്ക് 2ാം സ്ഥാനവും കാറ്റഗറി 2-ൽ സ്റ്റിൽ മോഡലിന് അദീന റോസ്, അനന്യ മനോജ്, ഭദ്ര കെ പ്രസീദ് എന്നീ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. തേജസ് പി കിരൺ കാറ്റഗറി 3-ൽ പവർ പോയിന്റ് പ്രസന്റേഷനിൽ 2ാം സ്ഥാനവും ആഷ് ബി രാജു, ആൽവിൻ ലെനോക്ക്, ജോയൽ രാജു എന്നിവർ കാറ്റഗറി 2-ൽ വർക്കിംഗ് മോഡലിന് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UN ഇന്ത്യൻ അംബാസഡർ TP ശ്രീനിവാസൻ, സംവിധായകൻ സിബി മലയിൽ, ഋഷിരാജ് സിംഗ് IPS, KA രാജേഷ്,
മധു ഗോപാൽ കണ്ണമ്പത്ത് തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് വിദ്യാർത്ഥികൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത്. സ്റ്റോഗോ ഫൗണ്ടർ ജയേഷ് സെബാസ്റ്റ്യൻ, ഫെസ്റ്റ് കോർഡിനേറ്റർ ജോമറ്റ് ജോസ്, പ്രൊജക്ട് മാനേജർ ലിൻഡ ആർ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായ 2ാം തവണയാണ് ദുബൈയിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കാനുള്ള അവസരം സ്കൂളിന് ലഭിക്കുന്നത്. സ്കൂളിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസിറോസ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് അഭിനന്ദിച്ചു. CCTV ന്യൂസ് വേലൂർ. 44ാമത് നിക്ഷേപക സമാഹരണ യജ്ഞം ക്യാമ്പയിനിൽ കുന്നംകുളം താലൂക്കിലെ മൾട്ടിപർപ്പസ് വിഭാഗത്തിൽ എരുമപ്പെട്ടി വിവിധദേശ സഹകരണ സംഘം 1ാം സ്ഥാനം കരസ്ഥമാക്കി. തൃശൂർ ജില്ലാ സഹകരണ വാരാഘോഷ സമാപന സമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ PN സുരേന്ദ്രനിൽ നിന്ന് 1ാം സ്ഥാനത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് സഹകരണ സംഘം സെക്രട്ടറി സുനിത ജോഷി, ജീവനക്കാരായ ലിംസി, ലീമ, ഷീന എന്നിവർ പങ്കെടുത്തു. ചോട്ടിലപ്പാറ നിവാസികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. 6 വർഷം മുൻപ് തകർന്ന ചോട്ടിലപ്പാറ പാലം പുതുക്കി നിർമ്മിക്കുവാൻ അനുമതിയായി. 2018 പ്രളയത്തിലാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ 15ാം വാർഡ് തൂവാനൂരിൽ ഉൾപ്പെടുന്ന ചോട്ടിലപ്പാറ പാലം തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായത്. പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് വലിയ ഗർത്തം രൂപപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഏറെ നാൾ പാലം അടച്ചിടുകയും പിന്നീട് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വളരെ വീതി കുറഞ്ഞ പാലം പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ അനുമതി ലഭിക്കാതെ വരികയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രികരും വാഹനങ്ങളും സഞ്ചരിക്കാനായി ഉപയോഗിക്കുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ സർക്കാർ ഫയലുകളിൽ കാലതാമസമുണ്ടായതോടെ മുരളി പെരുന്നെല്ലി MLA മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു നടത്തിയ ഇടപെടലുകൾ വിജയം കണ്ടതോടെയാണ് പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,90,00,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. RK കുര്യൻ ആൻഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. ഡിസംബർ 8-ന് മുരളി പെരുന്നെല്ലി MLA പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. പാലത്തിന്റെ നിർമ്മാണത്തിനായി അഹോരാത്രം പ്രയത്നിച്ച മുരളി പെരുന്നെല്ലി MLAയ്ക്കും സംസ്ഥാന സർക്കാരിനും നന്ദി പറയുന്നതായും രേഖ സുനിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ചോട്ടിലപ്പാറ പാലം പ്രളയത്തിൽ തകർന്നതിന്റെ ഭാഗമായി നമ്മുടെ MLA ഇതിന് 2,90,00,000 രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പാലം നമുക്ക് ഈ ഡിസംബർ 8-ാം തീയതി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പാലത്തിന് വേണ്ടി നമ്മുടെ റീബിൽഡ് കേരളയിൽ വെക്കുമ്പോൾ വളരെയേറെ വലിയ പാലങ്ങൾക്ക് മാത്രമാണ് റീബിൽഡ് കേരള ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ടിൻ്റെ ഭാഗമായി നമുക്ക് ചെറിയ പാലമായത് കാരണം കൊണ്ട് ഈ ഫണ്ട് നമുക്ക് അനുവദിക്കാതെ നിൽക്കുകയായിരുന്നു. അത് നമ്മുടെ MLA മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പ്രത്യേകം ഇതിന് തയ്യാറെടുത്ത് നമ്മുടെ MLA സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചു തരിക. ഈ പാലത്തിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ഇത്ര പെട്ടെന്ന് നടത്താൻ നമുക്ക് സാധിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ തൂവാനൂർ മേഖലയെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് ചോട്ടിലപ്പാറ പാലം നിർമ്മിക്കുന്നത്. 7 മീറ്റർ വീതിയിലും 60 മീറ്റർ നീളത്തിലും നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി 5 മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് കരാർ. CCTV ന്യൂസ് കേച്ചേരി. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. മങ്ങാട് സെന്റർ ബ്രാഞ്ച് നെല്ലുവായി CITU യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ OB സുബ്രഹ്മണ്യൻ, PT ദേവസി, TK ശിവൻ, NB ബിജു, PB ബിബിൻ, VA മനോജ്, ബ്രാഞ്ച് സെക്രട്ടറി NK സുഭാഷ് എന്നിവർ സംസാരിച്ചു. 16 ബ്രാഞ്ചുകളിലും പതാക ദിനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. 2 ദിവസങ്ങളായി നടന്ന CPM കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപിച്ചു. ചൊവ്വാഴ്ച കടവല്ലൂർ കല്ലുംപുറം കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ 15-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി KC അജിത് കുമാറിനെയും തെരഞ്ഞെടുത്തു. ബുധനാഴ്ച വൈകിട്ട് വട്ടമാവിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. കല്ലുംപുറം യെച്ചൂരി നഗറിൽ പ്രകടനം സമാപിച്ചതിനുശേഷം നടന്ന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം TN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 80 മാസം കൃത്യമായി പെൻഷൻ കൊടുത്തു. കൃത്യമായി 1600. 80 കഴിഞ്ഞൊരു 3 മാസം കൊടുക്കാൻ പറ്റില്ല. പെൻഷൻ പൈസ ഇല്ല. അപ്പോൾ കോൺഗ്രസ് പെൻഷൻ ഇല്ലടും. പിന്നെ അപ്പനാണല്ലോ പെൻഷൻ കൊടുത്തു തുടങ്ങിയത്. 4 10-ന്റെ നോട്ടും 5-ന്റെ നോട്ടും കൊടുക്കുമ്പോൾ കരുണാകരൻ പറഞ്ഞു ഇത് ഉത്പാദിഷ്ടമല്ലേ. എടോ കരുണാകരന്റെ കാലത്ത് ഇതിനെ എതിർത്തതല്ലേ.
മാവേലി സ്റ്റോർ വന്നപ്പോ ഈ തൃശ്ശൂർ വാമന സ്റ്റോർ ഉദ്ഘാടനം ചെയ്തവരാ. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ തരംഗം ഒറ്റപ്പിലാവ് കിഴക്ക്, 2ാം സ്ഥാനം നേടിയ തരംഗം ഒറ്റപ്പിലാവ് പടിഞ്ഞാറ് എന്നീ ടീമുകൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. സമ്മേളനത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിഡ്, M ബാലാജി, കുന്നംകുളം ഏരിയ സെക്രട്ടറി NN സത്യൻ, PA രാജേന്ദ്രൻ, ശ്രീജ വേലായുധൻ, AP ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. KC അജിത് കുമാർ സ്വാഗതവും KK സുരേഷ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുടുംബശ്രീ തൊഴിലുറപ്പ് ഓക്സിലറി ഗ്രൂപ്പ് സ്കൂളുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ വനിതകൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കടവലൂർ പഞ്ചായത്തിൽ ടെക് ഹെയർ സീരീസിന് തുടക്കം കുറിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് ഉന്നത് ഭാരത് അഭിയാന്റെ ആഭിമുഖ്യത്തിൽ PG വിഭാഗം കമ്പ്യൂട്ടർ സയൻസ് സൈബർ ക്ലബ് എന്നിവ സംയുക്തമായി ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ആണ് പദ്ധതി ആവിഷ്കരിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അൻസാർ വിമൻസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രോഗ്രാം കോർഡിനേറ്റർ ഷബീന PK, UB കോർഡിനേറ്റർ സജ്ജി ജോയ് എന്നിവർ സംസാരിച്ചു. സൈബർ ക്ലബ് കോർഡിനേറ്റർ ജൗഹറ അബ്ദുൽ ഖാദർ, കോളേജ് വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള മാപ്പിളകല അക്കാദമിയുടെ 25ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ചാപ്റ്റർ കുടുംബസംഗമം നടത്തി. ചാവക്കാട് നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അക്കാദമി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് K റഫീഖ് തലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മുഖ്യരക്ഷാധികാരി PC മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ T ചാമിയാർ, വർക്കിംഗ് പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, മീഡിയ കൺവീനറും UAE ജനറൽ സെക്രട്ടറിയുമായ മുസദ്ദിഖ് ഇത്തിക്കാട്ട്, PM ജബ്ബാർ കരുപ്പടന, സുചിത്ര ടീച്ചർ, റഹ്മത്തുള്ള പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സലീം ഗുരുവായൂർ സ്വാഗതവും സുബൈർ KK നന്ദിയും പറഞ്ഞു. PC മുഹമ്മദ് കോയ മുഖ്യരക്ഷാധികാരി, സൈനുദ്ദീൻ ഇരട്ടപ്പുഴ രക്ഷാധികാരി, മുസദ്ദിഖ് ഇത്തിക്കാട്ട് ഉപദേശക സമിതി ചെയർമാൻ, മുഹമ്മദ് ഹസൻ മീഡിയ കൺവീനർ, സലീം ഗുരുവായൂർ പ്രസിഡന്റ്, നൂറുദ്ദീൻ ഷാ അഞ്ചങ്ങാടി ജനറൽ സെക്രട്ടറി, റഫീഖ് നമ്പഴിക്കാട് ട്രഷറർ എന്നിവരെ ജില്ലാ ചാപ്റ്റർ സാരഥികളായും 25 പേരടങ്ങുന്ന സമിതിയെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു. തുടർന്ന് 50ൽ പരം കലാകാരന്മാർ അണിനിരന്ന ഗാനമേള, ആർട്ടിസ്റ്റ് സുബൈറിന്റെ ചിത്രപ്രദർശനം, നാടൻപാട്ട്, ക്വിസ് മത്സരം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് ചാവക്കാട്. അരിയന്നൂർ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗംഭീര ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വിളക്ക് ദിവസമായ ബുധനാഴ്ച രാവിലെ 4:30 ഗണപതി ഹോമം, 11 മണിക്ക് എഴുന്നള്ളിപ്പ് വയ്ക്കൽ, ശാസ്താംപാട്ട്, വൈകിട്ട് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം പ്ലാക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. താലങ്ങളേന്തിയ മാളികപ്പുറങ്ങൾ എഴുന്നള്ളിപ്പിൽ പങ്കാളികളായി. ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിലെത്തി സമാപിച്ചു. അന്തിക്കാട് ബ്രദേഴ്സ് അയ്യപ്പൻ വിളക്ക് സംഘം വിളക്ക് പാർട്ടിക്കാരായി. തുടർന്ന് പുലർച്ചെ കനലാട്ടം, വെട്ടുംതട, മാളികപ്പുറത്തമ്മയ്ക്ക് ഗുരുതിതർപ്പണം എന്നീ ചടങ്ങുകളോടെ ദേശവിളക്ക് ആഘോഷത്തിന് സമാപനമായി. അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ P ദിഗേഷ്, CN പ്രണവ്, റനീഷ് രാഗേഷ്, നന്ദു കൃഷ്ണ, P വിശാഖ്, സനിൽ രാജൻ, രാഹുൽ മണ്ണത്ത്, വിനായക്, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് IC ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കിസ് ക്ലബ്ബും NSS യൂണിറ്റും സംയുക്തമായി സജ്ജമാക്കിയ തുറന്ന ലൈബ്രറി റീഡേഴ്സ് ഹെവൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ കൺവീനർ KV അബ്ദുൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. IC ഹയർ സെക്കൻഡറി സീനിയർ പ്രിൻസിപ്പൽ O മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ, NSS വളണ്ടിയർ ഷിഹാസ് ഹുസൈൻ, റുബ്ന ടീച്ചർ, സ്കൂൾ ലീഡർ ആമിന നൌറിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU വേലൂർ ചുങ്കം യൂണിറ്റിന്റെ മെമ്പർഷിപ്പ് വിതരണവും ക്ഷേമനിധി രജിസ്ട്രേഷൻ ക്യാമ്പും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചുങ്കം യൂണിറ്റ് പ്രസിഡന്റ് KK മണി അധ്യക്ഷത വഹിച്ചു. വേലൂർ മേഖലാ സെക്രട്ടറി NK രാധാകൃഷ്ണൻ സ്വാഗതവും യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് CL തോമസ് നന്ദിയും പറഞ്ഞു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ്, ഏരിയ സെക്രട്ടറി NK പ്രമോദ് കുമാർ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി, യൂണിയൻ ഏരിയ പ്രസിഡന്റ് NS ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉദ്യോഗസ്ഥരായ അനിത KG, നീതു PS തുടങ്ങിയവർ രജിസ്ട്രേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ലോയേഴ്സ് കോൺഗ്രസ് ചാവക്കാട് കോടതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷക അവകാശ ദിനം ആചരിച്ചു. ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈപ്പൻഡ് അനുവദിക്കുക, വെൽഫെയർ ഫണ്ട് 30 ലക്ഷമായി വർദ്ധിപ്പിക്കുക, അഭിഭാഷകർക്കും കുടുംബങ്ങൾക്കും മെഡിക്കൽ എയ്ഡ് ഏർപ്പെടുത്തുക, പെൻഷൻ പദ്ധതി കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അഭിഭാഷകരായ അനീഷ ശങ്കർ, അഹമ്മദ് ഷിബിൻ, KM കുഞ്ഞുമുഹമ്മദ്, ജൂലി ജോർജ്, സ്റ്റോബി ജോസ്, ഷൈൻ മനയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജൂനിയർ അഭിഭാഷകർക്ക് 5000 രൂപ പ്രതിമാസം സ്റ്റൈഫൻഡ് തരണമെന്നാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ആവശ്യം. ഈ വഴി സർക്കാരിന് കിട്ടിയിട്ട് അഭിഭാഷകർക്ക് ഇതുവരെ ഒരു പെൻഷൻ പദ്ധതി സർക്കാർ രൂപീകരിച്ചിട്ടില്ല. അതേപോലെ മെഡിക്ലെയിം
മെഡിക്ലെയിം എത്രയോ കോടികൾ സർക്കാരിന് കിട്ടിയിട്ടും അഭിഭാഷകർക്ക് ഇതുവരെ ഒരു എന്ത് അസുഖം വന്നാലും ഒരു 10 പൈസ തരാത്ത ഒരു സമീപനം ഈ സർക്കാർ മാറ്റിയെടുക്കണമെന്ന് മാത്രം. കൂറ്റനാട് സഹയാത്രാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഭിന്നശേഷി ദിനാചരണം കവിയും സംവിധായകനുമായ രാജീവ് പിള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഷാജി ആമിയൂർ അധ്യക്ഷനായി. കാലുകൾ കൊണ്ടും ചിത്രരചന നിർവഹിക്കുന്ന പ്രശസ്ത ചിത്രകാരി സ്വപ്ന അഗസ്റ്റിൻ വിശിഷ്ടാതിഥിയായി. മണികണ്ഠൻ പെരിങ്ങോട്, ബാലു നാഗലശ്ശേരി, അനിൽ അറങ്ങോട്ടുകര എന്നിവർ അവതരിപ്പിച്ച ഇടയ്ക്ക ഫ്യൂഷൻ പരിപാടി അവതരിപ്പിച്ചു. ചിത്രകാരി സ്വപ്നയ്ക്ക് അർച്ചിതും ഹസ്നയും സഹയാത്രയുടെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കലാകാരന്മാരെ സഹയാത്രാ ചെയർമാൻ പ്രേമരാജൻ, വാസുദേവൻ, തായാട്ടിൽ സേതു എന്നിവർ ചേർന്ന് ആദരിച്ചു. തുടർന്ന് സിജോ പോൾ തൃശൂർ, ചാൾസ് കുന്നംകുളങ്ങളുടെ കരോക്കെ ഗാനമേള ഉണ്ടായി. സൊസൈറ്റി ചെയർമാൻ വി ബാലകൃഷ്ണൻ, ഫാഷിയ, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗം KN ദിജി സ്വാഗതവും സുലേഖ പറക്കാട് നന്ദിയും പറഞ്ഞു. ഒരാവശ്യം പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ബാലേട്ടൻ 20 സെന്റ് സ്ഥലം സഹയാത്രയ്ക്ക് നൽകി. ആ 20 സെന്റ് സ്ഥലത്ത് ഈ ജനപിന്തുണയോടുകൂടി തന്നെ വലിയൊരു ഡേ കെയർ ഹാളും സ്പീച്ച് തെറാപ്പി സെന്ററും തുന്നൽ പരിശീലനത്തിന് ക്ലാസ്സുകൾ, ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യാനുള്ള വിശാലമായൊരു സ്വപ്നഭവനം തന്നെയാണ് അവിടെ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് കൈയില്ലെങ്കിലും പക്ഷെ ഇപ്പം എനിക്ക് ഒത്തിരി കൈകൾ എൻ്റെ പുറകിലുണ്ട്. അതിൽ ഇപ്പം എനിക്കൊരു സന്തോഷം, എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് താഴ്ത്തിയതിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് വിജിത സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, പ്രോഗ്രാം ഓഫീസർ അനി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7130 രൂപ, സ്വർണം പവന് 5740 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചർമ്മം ശാന്തിനഗർ അന്തിക്കാട്ട് ആന്റണി ഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സജി ആന്റണി, സരി ജോസഫ് എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് അംബേദ്കർ നഗറിൽ കുന്നത്ത് പറമ്പിൽ ബാലൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. കാർത്തിയാനി ഭാര്യയും അനിൽകുമാർ, സുചിത്ര എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് പാതാക്കര മേലേതിൽ പ്രഭാകരൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 വീട്ടുവളപ്പിൽ നടക്കും. അമ്മു ഭാര്യയും ജയപ്രകാശൻ, സത്യൻ, ഷീബ, ഷീജ എന്നിവർ മക്കളുമാണ്. മരത്തങ്കോട് കിടങ്ങൂർ മനവളപ്പിൽ പരേതനായ ശങ്കരൻ മകൻ ഹരിദാസ് നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഗംഗാധരൻ, സത്യൻ, അംബിക, രമ, സാവിത്രി എന്നിവർ സഹോദരങ്ങളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കലോത്സവ വേദി വീണ്ടും സജീവം. പോയിന്റ് നിലയിൽ ചാവക്കാട് ഉപജില്ല മുന്നിൽ. 2 ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ തൃശൂർ പൊന്നാനി കോൾ മേഖലയിൽ വ്യാപക കൃഷിനാശം. കർഷകർക്കുണ്ടായ നാശനഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. 8 കിലോയോളം കഞ്ചാവുമായി കേച്ചേരി സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ മണലി ഗോപാൽജി നഗറിൽ മേലെ തലക്കൽ സുനിൽ ദത്ത്. രഘുനന്ദനൻ ഇനി ദീപ്തമായ ഓർമ്മ. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാരതീയ ജനതാ പാർട്ടി മുൻ ജില്ലാ അധ്യക്ഷനും കർഷക മോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന രഘുനന്ദനന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.